ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർസ് സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഫാക്റ്റുകൾ പഠിച്ചു പോകാം. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഇദ്ദേഹത്തിനെ അനുബന്ധിച്ച് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അത് ഡോക്ടർ അരവിന്ദ് പനഗരിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് പഠിക്കുമ്പോൾ ഇതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു പോവുക. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയായിരുന്നു. ഇനി ധനകാര്യ കമ്മീഷൻ 16ാമത് ധനകാര്യ കമ്മീഷനാണ് ഇപ്പോഴുള്ളത്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22-നാണ്. അതുപോലെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അതുപോലെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനും ഡോക്ടർ അരവിന്ദ് പനഗരിയായിരുന്നു. ഇനി ISROയുടെ 60ാമത് ബഹിരാകാശ ദൗത്യം എക്സ്പോസാറ്റ് ആയിരുന്നു. ISROയുടെ 60ാമത് ബഹിരാകാശ ദൗത്യം എക്സ്പോസാറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിക്ഷേപണ വാഹനം വളരെ പ്രധാനപ്പെട്ടതാണ്. PSLV C-58 ആയിരുന്നു ISROയുടെ 60ാമത് ബഹിരാകാശ ദൗത്യമായ എക്സ്പോസാറ്റിൻ്റെ വാഹനം. PSLV C-58 ആണ്. അപ്പോൾ എക്സ്പോസാറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തമോഗർത്തത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അപ്പോൾ ISROയുടെ 60ാമത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്. ഇതിൻ്റെ വാഹനം PSLV C-58 ആണ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. ഇനി ഇത് വിക്ഷേപിച്ച ദിവസവും പ്രധാനപ്പെട്ടതാണ്. 2024 ജനുവരി 1-നാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. 2024 ജനുവരി 1. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 469 കിലോഗ്രാം ആണ്. 469 കിലോഗ്രാം. അതുപോലെ ഈ എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ M ജയകുമാർ ആയിരുന്നു. എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ M ജയകുമാറാണ്. പ്രധാനപ്പെട്ട പൈലോട്ടുകളാണ് പോളിക്സ്, അതുപോലെ എക്സ്പെക്റ്റ് തുടങ്ങിയവ. എക്സ്പോസാറ്റിൻ്റെ പ്രധാനപ്പെട്ട പൈലോട്ടുകൾ പോളിക്സ്, അതുപോലെ എക്സ്പെക്റ്റ് തുടങ്ങിയവയായിരുന്നു. അപ്പോൾ ISROയുടെ 60ാമത് ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്. വാഹനം PSLV C-58 ആണ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച ദിവസം പ്രധാനപ്പെട്ടതാണ് 2024 ജനുവരി 1. എക്സ്പോസാറ്റിൻ്റെ ഭാരം 469 കിലോഗ്രാം ആണ്. എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ, ഈ ഒരു മിഷൻ്റെ ഡയറക്ടർ M ജയകുമാറാണ്. പ്രധാനപ്പെട്ട പൈലോട്ടുകൾ പോളിക്സ്, എക്സ്പെക്റ്റ് തുടങ്ങിയവയാണ്. ഇനി എക്സ്പോസാറ്റിൽ വിക്ഷേപിച്ച വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT എന്ന് പറയുന്നത്. എക്സ്പോസാറ്റിനോടൊപ്പം വിക്ഷേപിച്ച വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT. തിരുവനന്തപുരം LBS വുമൺസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ ഒരു VSAT നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ബഹിരാകാശത്തിലെ UV കിരണങ്ങൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VSAT ഡിസൈൻ ചെയ്തത്. അപ്പോൾ എക്സ്പോസാറ്റിൽ വിക്ഷേപിച്ച സ്ത്രീകൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT. തിരുവനന്തപുരം LBS വുമൺസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബഹിരാകാശത്തെ UV കിരണങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VSAT വിക്ഷേപിച്ചത്. ഇനി 2024 ജനുവരി 1-ന് 7.6 തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം ജപ്പാനാണ്. പ്രധാനപ്പെട്ടതാണ്. 2024 ജനുവരി 1-ന് 7.6 തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം ജപ്പാനാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ഒരു ആപ്ലിക്കേഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സേവനങ്ങൾ ഒരുമിച്ച് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. K-സ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് K-സ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് വികസിപ്പിച്ചത് ഇൻഫോർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് വികസിപ്പിച്ചത്. ഈ K-സ്മാർട്ട് ആപ്ലിക്കേഷൻ പ്രകാരം ആദ്യത്തെ പെർമിറ്റ് കിട്ടിയത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ആദ്യത്തെ നിർമ്മാണ പെർമിറ്റ് കിട്ടിയത് കോഴിക്കോട് കോർപ്പറേഷനാണ്. അപ്പോൾ 2024 ജനുവരി 1-ന് 7.6 തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം ജപ്പാനാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സേവനങ്ങൾ ഒരുമിച്ച് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. അതിൻ്റെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് വികസിപ്പിച്ചത് ഇൻഫോർമേഷൻ കേരള മിഷൻ്റെ അണ്ടറിലാണ്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രകാരം ആദ്യത്തെ പെർമിറ്റ് കിട്ടിയത് കോഴിക്കോട് കോർപ്പറേഷനാണ്.
ഇനി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകലയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് എസ് ശ്രീകലയാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫെയർ ആണ് 62ാമത് കേരള സ്കൂൾ കലോത്സവം 2024 വിജയിയായത് കണ്ണൂർ ജില്ലയാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയിയായത് കണ്ണൂർ ജില്ലയാണ്. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം പാലക്കാട് ജില്ലയായിരുന്നു. ഇതിൻ്റെ വേദിയായത് കൊല്ലം ജില്ലയാണ്. ഈ ഒരു സംസ്ഥാന കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് ഉത്സവം. ഇത് കൈറ്റാണ് ഡെവലപ്പ് ചെയ്തത്. കൈറ്റ് ഉത്സവം എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകലയാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയിയായ ജില്ല കണ്ണൂർ ജില്ലയാണ്. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം പാലക്കാട്, വേദി കൊല്ലം. അതുപോലെ ആപ്ലിക്കേഷൻ്റെ പേര് ഉത്സവം എന്നാണ്. കൈറ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനി കേരള വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അപ്പോൾ വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഇനി കേരള സർക്കാരിൻ്റെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ സിയാലിലാണ് കേരള സർക്കാരിൻ്റെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഇനി ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുത്ത ഗവേഷണ സ്ഥാപനമാണ് CMFRI, കൊച്ചിയിലെ CMFRI. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുത്ത ഗവേഷണ സ്ഥാപനം CMFRI ആണ്. അപ്പോൾ കേരള വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേരള സർക്കാരിൻ്റെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് സിയാലിലാണ്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുത്ത ഗവേഷണ സ്ഥാപനം CMFRI ആണ്. ഇനി ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമായിരുന്നു സ്ലിം എന്ന് പറയുന്നത്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. സ്ലിമിൻ്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ്. സ്ലിമ്മിൻ്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ഇതിൻ്റെ വിക്ഷേപണം നടത്തിയത് 2023 സെപ്റ്റംബർ 6. അപ്പോൾ സ്ലിമ്മിൻ്റെ വിക്ഷേപണം നടത്തിയത് 2023 സെപ്റ്റംബർ 6 ഇത് ലാൻഡ് ചെയ്തത് 2024 ജനുവരി 19. ഇത് ഈ ചന്ദ്രനിൽ ഇത് ലാൻഡ് ചെയ്ത സൈറ്റിൻ്റെ പേര് ഷിയോളി ക്രേറ്ററിലാണ് ഇത് ലാൻഡ് ചെയ്തത്. അപ്പോൾ ജപ്പാൻ്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമായിരുന്നു സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 6. ലാൻഡിംഗ് നടത്തിയത് 2024 ജനുവരി 19. ലാൻഡിംഗ് സൈറ്റിൻ്റെ പേര് കൂടി ഓർത്തിരിക്കുക, ഷിയോളി ക്രേറ്റർ എന്നാണ് ആ ഒരു ലാൻഡിംഗ് സൈറ്റിൻ്റെ പേര്. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ വെള്ളിവരയൻ ചിത്രശലഭമാണ് മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ, അല്ലെങ്കിൽ മേഘമല വെള്ളിവരയൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ വെള്ളിവരയൻ ചിത്രശലഭമാണ് മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ, മേഘമല വെള്ളിവരയൻ എന്നറിയപ്പെടുന്നു. അപ്പം ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം എന്ന് പറയുന്നത്. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ആണ്. വിക്ഷേപണം നടത്തിയത് 2023 സെപ്റ്റംബർ 6, ലാൻഡിംഗ് 2024 ജനുവരി 19. ലാൻഡിംഗ് സൈറ്റിൻ്റെ പേര് ഷിയോളി ക്രേറ്റർ എന്നാണ്. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ വെള്ളിവരയൻ ചിത്രശലഭമാണ് മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ, അല്ലെങ്കിൽ മേഘമല വെള്ളിവരയൻ എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിരുന്നു അണ്ടിൽ ഓഗസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. ഈ അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ നിർവഹിച്ചത് ആൻ മക്ലീൻ ആണ്. അപ്പോൾ പരിഭാഷകരെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ആൻ മക്ലീൻ ആണ്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്, പരിഭാഷ ആൻ മക്ലീൻ ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി, അല്ലെങ്കിൽ രാഗിണി. അപ്പോൾ പി വത്സലയുടെ കൃതിയാണ് നെല്ലെന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച നെല്ല് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി, രാഗിണി എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. ദൂരദർശനിലെ വാർത്താ അവതാരകയായിരുന്നു ഹേമലത. അപ്പോൾ അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ആണ്. പരിഭാഷ ആൻ മക്ലിൻ ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച നെല്ല് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി രാഗിണി. അപ്പോൾ 2024 ജനുവരിയിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. ദൂരദർശനിലെ വാർത്താ അവതാരകയായിരുന്നു.
ഇനി കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയാണ് കർഷക തൊഴിലാളി. കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദനാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദനാണ്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE, സൗദി അറേബ്യ. അപ്പോൾ 2024 ജനുവരിയിൽ ബ്രിക്സിൻ്റെ കൂട്ടായ്മയിലേക്ക് പുതിയതായിട്ട് 5 രാജ്യങ്ങൾ കൂടിയാണ് വന്നത്. ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE, സൗദി അറേബ്യ. നിലവിലിപ്പോൾ ബ്രിക്സിൽ 10 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE തുടങ്ങിയവയാണ്. ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങളാണ് ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയായിരുന്നു. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് റഷ്യയായിരുന്നു. 23 വേദി കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ജോഹന്നാസ്ബർഗ് ആണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. കഴിഞ്ഞ വർഷം 23 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആയിരുന്നു, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർ സീരീസാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കറണ്ട് അഫെയർ ഡെയിലി സീരീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ LDCയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫാക്റ്റുകളുമായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ടെലഗ്രാമിലൊരു പെയ്ഡ് ബാച്ച്, കമ്പൈൻ സ്റ്റഡി ബാച്ചും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ മോർണിംഗ് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ്, അതുപോലെ കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അതുപോലെ ഈവനിങ് PYQ ഡിസ്കഷനും ഒക്കെ ആയിട്ട് പഠിച്ച് തീർന്നവർക്ക് റിവിഷന് വേണ്ടിയിട്ടൊരു പെയ്ഡ് ബാച്ചാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് PYQs ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.